ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഇത് നമ്മുടെ നാട്ടിൽ നേർച്ചയായിരുന്നു. അതിന് വേണ്ടി കോഴിക്കോട് നിന്ന് സർഫും കൊച്ചിയിൽ നിന്ന് സലീം ഉസ്താദും വണ്ടി കയറി വന്നിട്ടുണ്ട്. ഓരെടുക്കാൻ വേണ്ടി ഷൊർണ്ണൂർക്ക് പോയതാണ്. ഇത് അലുവെന്നല്ല കേട്ടോ, ഓൻ്റെ കുറേ കീറിയ ഡ്രസ്സുകളാണ്. അങ്ങനെ ഓരോ മൂന്നാളെയും കൂട്ടിയിട്ട് നേരെ ഞങ്ങൾ മദ്രസയ്ക്ക് എത്തിയപ്പോൾ ഈ ഇറച്ചി ഹോട്ടലും അറവൊക്കെ കഴിഞ്ഞിരിക്കുന്നു. രാവിലെ ഇറച്ചി അടുപ്പത്തേറ്റി അളക്കുന്ന ഷോയാണ് നിങ്ങൾ കാണുന്നത്. എല്ലാ കൊല്ലവും നടത്തി വരുന്ന ഒരു മൊഹീദ്ദീൻ ഷെയ്ഖിൻ്റെ നേർച്ചയാണ്. അതിൻ്റെ പരിപാടിയായിരുന്നു ഇന്ന്. അങ്ങനെ ഇറച്ചിയൊക്കെ അടുപ്പത്തേറ്റി ഞങ്ങൾ നേരെ ജുമാക്ക് കയറി. കാരണം മൗലൂദും ജുമയൊക്കെ കഴിഞ്ഞ് നേരെ പോയപ്പോൾ ഇവർ രണ്ടാളും എവിടേക്കോ പോകണം ഉസ്താദിൻ്റെ കൂടെ മണ്ണാർക്കാട്ടേക്കെന്ന് പറഞ്ഞു. അങ്ങനെ ചൂടുള്ള പത്തിരിയായിട്ട് നേരെ പള്ളിക്കൊക്കെ അവിടെ പോയപ്പോൾ എൻ്റെ അംസപ്പ ഇറച്ചി വിളമ്പാൻ തുടങ്ങിക്കോളും. മാഷാ അല്ലാ, അള്ളാഹു തആല ബർക്കത്ത് കൊടുക്കട്ടെ. ഇത് അവിടുത്തെ പത്തിരി സെക്ഷനാണ്. അത് കൈകാര്യം ചെയ്യാൻ നമ്മളെ സ്വന്തം ചാച്ചിയാക്കാം. നേർച്ച കണ്ട് ആർക്കും അവിടെ ഇരിക്കാനൊരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ മുസ്തഫയും വന്നു നോക്കണം അവിടുന്ന്. എല്ലാ കൊല്ലവും ഇതേപോലെ ഉഷാറായിട്ട് തന്നെയാണ് ഞങ്ങളുടെ നാട്ടിൽ നേർച്ച വയ്ക്കല്. ഞങ്ങളുടെ നാട് പറഞ്ഞാൽ അടിപൊളി നാടാണ്, നിങ്ങൾക്ക് അറിയാൻ തന്നെയല്ലേ. ഷറഫാണ് ഇവിടുത്തെ ഓളിനോള്. ഹംസപ്പം ഇങ്ങനെ കോരി കൊടുക്കുക, ഷറഫും ഇങ്ങനെ സപ്ലൈ ചെയ്യുക. മാഷാ അല്ലാ, ഇത് നമ്മൾ സ്വന്തം സൂപ്പർ ബിലാലിൻ്റെ കുടുംബക്കാരാണ്. രണ്ടാവര് മേടിച്ചിട്ട് നേരെ പെരയെ കൂട്ടു. അവിടുന്ന് സലീം ഉസ്താദിനെ ടീമിനെ എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പോയി കൊപ്പത്ത്. 5 വട്ടം വണ്ടി ഓഫായ കഥയൊക്കെയാണ് നിന്നിങ്ങനെ തള്ളണത് തീർച്ചയാത്. സലീം ഉസ്താദും കൂടെ സപ്പോർട്ടുണ്ട്. അങ്ങനെ ഉസ്താദിൻ്റെ കൊപ്പത്ത് ഉസ്താദിൻ്റെ കടയിൽ നിന്ന് ഒരു ചായയും ഓംപ്ലേറ്റ് കുടിച്ചിട്ട് നേരെ പെരേക്ക്, ബാക്കി പിന്നാലെ.